ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നോട്ട് മേക്കിംഗ് ആണ്. എന്താണ് നോട്ട് മേക്കിംഗ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. നോട്ട് മേക്കിംഗ് ഈസ് ബേസിക്കലി എ പ്രൊഡക്റ്റീവ് ഇന്ററാക്റ്റീവ് സ്കിൽ വിച്ച് ഇൻ്റഗ്രേറ്റ് ആൻഡ് എൻഹാൻസ് ബോത്ത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽ. റീഡിങ്ങിനെയും റൈറ്റിങ്ങിനെയും എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? നോട്ട് മേക്കിംഗ്. ഓക്കെ, it is the practice of recording information captured from another source. ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത്. A writer takes notes with an aim to record the essence of the information, which also free one's mind to recall all happening and activities. എന്താ പറയുന്നത്? ഒരാൾ ഒരു നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരു സോഴ്സിൽ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുന്നതാണ്. മറ്റൊരു സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ, അതിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ റൈറ്റിംഗ് സ്കില്ലിനെയും റീഡിംഗ് സ്കില്ലിനെയും ഒരുപോലെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഓഫീസ് നോട്ട്സ് ആർ അനദർ ഫോം ഓഫ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ പോപ്പുലർ വിത്തിൻ ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ നോട്ട് മേക്കിംഗ് എന്താണ്? പലതരത്തിലുള്ള നോട്ട് മേക്കിങ്ങുകൾ നമുക്ക് ഉണ്ട്. ഓക്കെ, ഓഫീസ് നോട്ട്സ് ആർ പുട്ട് അപ്പ് ബൈ സെക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ഓർ യൂണിറ്റ് ടു ദ ഹയർ അതോറിറ്റി, ഹെഡ് ഓഫ് ദ യൂണിറ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓഫീസ് നോട്ട്സ് ആർ പുട്ട് അപ്പ് ഫോർ കൺസിഡറേഷൻ ഓഫ് ഓർഡേഴ്സ് ഓർ ഫോർ ഇൻഫർമേഷൻ. ഓഫീസ് നോട്ട്സ് എന്താണ്? കൺസിഡറേഷൻ ഓഫ് ഓർഡേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ്? ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം. അപ്പം നോട്ട് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു സോഴ്സിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത കമ്മ്യൂണിക്കേഷനാണ് നോട്ട് മേക്കിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നോട്ട് മേക്കിംഗ് പലതരത്തിലുണ്ട്. ഇപ്പോൾ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ, ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുന്നതിനെ നോട്ട് മേക്കിംഗ് എന്ന് പറയും. അതിനെ നമ്മൾ എന്താ പറയുക? ലെക്ചർ നോട്ട് മേക്കിംഗ്, ലെക്ചർ നോട്ട് എഴുതുക എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പം നമ്മൾ വെറുതെ നമ്മളെന്താണ് ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെന്താണ് എന്താ പറയുക, ഒരു ക്വിസ് കോമ്പറ്റീഷനൊക്കെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി വെക്കും. അതും ഒരു തരത്തിലൊരു നോട്ട് മേക്കിംഗ് ആണ്. എന്തൊരു ഇൻഫർമേഷനും ഏതൊരു സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ എഴുതി വെക്കുന്നതിനെ നമ്മൾ എന്താ പറയുക? നോട്ട് മേക്കിംഗ് എന്ന് പറയും. ഓക്കെ, ഒരു സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ പോകുമ്പോൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നതിനെയും നമ്മൾ എന്ത് പറയും? നോട്ട് മേക്കിംഗ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അതൊരു ഇപ്പോൾ ഒഫീഷ്യലായിട്ടാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരു ഒഫീഷ്യലായിട്ടാണെന്നുണ്ടെങ്കിൽ എന്താണ്? എന്താ പറയുക, ഒരു ഇൻഫർമേഷൻ ആവാം. ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് നടക്കുന്നതിനിടയിൽ അന്ന് നടക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ മീറ്റിംഗ് നമ്മൾ എന്തിനാണ് കൂടിയിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എഴുതി വെക്കുന്നതിനെയും നോട്ട് മേക്കിംഗ് എന്ന് നമ്മൾ പറയും. ഓഫീസ് നോട്ട്സ് ആർ പുട്ട് അപ്പ് ദ പ്രസിഡന്റ്, ജനറൽ മാനേജർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ ഓർ ചെയർമാൻ as a case may be. Alternatively, they may be put up to the executive committee, the general managers committee, the management committee, audit committee and the board of directors as well as. ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടുകൾ എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ഇവരൊക്കെയാണത് എന്താ പറയുക? നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് ഇവരിൽ നിന്നൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ആ ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ബെനിഫിറ്റ് ആകുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ പോയിന്റ് വൈസായിട്ട് നമ്മൾ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? നോട്ട് മേക്കിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു നോട്ട് മേക്കിംഗ് എന്താണ്? ഒരുപോലെ നമ്മുടെ റൈറ്റിംഗ് സ്കില്ലിനെയും റീഡിംഗ് സ്കില്ലിനെയും എൻഹാൻസ് ചെയ്യുമെന്ന് പറയുന്നത് എന്താണ്? നമുക്കത് എഴുതാൻ നമുക്ക് പഠിയാണ് അല്ലേ? നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുന്നു. പിന്നെ എന്താണ്? അതോടൊപ്പം തന്നെ നമ്മൾ തയ്യാറാക്കിയ ഒരു നോട്ട് നമുക്ക് വായിക്കുമ്പോൾ എന്താണ്? പെട്ടെന്ന് നമുക്ക് വായിച്ചു കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് കഴിയും. ഓക്കെ, അതാണ് നോട്ട് മേക്കിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്തതാണ് മിനുട്സ്. ഇപ്പം മിനുട്സ് ബുക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് മിനുട്സ്? മിനുട്സ് ആർ ദ റിട്ടൺ റെക്കോർഡ്സ് ഓഫ് എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൻ്റെ റിട്ടൺ റെക്കോർഡാണ് മിനുട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ.
അപ്പം നമ്മൾ ഏതൊരു മീറ്റിങ്ങിനാണെന്നുണ്ടെങ്കിലും ഒരു മിനിറ്റ്സ് ബുക്ക് അതിന് മസ്റ്റാണ്. അതാണ് ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, മിനിറ്റ്സ് ബുക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, മിനിറ്റ്സ് ആർ ദ റിട്ടേൺ റെക്കോർഡ്സ് ഓഫ് എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിന്റെ റിട്ടേൺ റെക്കോർഡുകളാണ് മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ. ദേ ഓഫ്റ്റൻ ഗിവ് ആൻ ഓവർവ്യൂ ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ദ മീറ്റിംഗ്. നമുക്ക് ആ മീറ്റിങ്ങിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് ആ മിനിറ്റ്സ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സ്റ്റാർട്ടിംഗ് വിത്ത് എ ലിസ്റ്റ് ഓഫ് ദോസ് പ്രസൻസ്, a statement of the various issues before the participants and their respective response. They are often drafted by the secretary or personal assistant present in the meeting. അപ്പോൾ എന്താണ്, നമ്മൾ മിനിറ്റ്സിനകത്ത് എന്തൊക്കെ നമ്മൾ എഴുതി വെക്കും, ആ ഒരു മീറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ നമ്മൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മിനിറ്റ്സ് ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തും. ഓക്കെ, മിനിറ്റ്സ് ഓഫ് certain entities such as a cooperative board of directors can be used as an important legal document. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലീഗൽ ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, while drafting a minutes these points should be kept in mind. എന്താ പറയുന്നത്, നമ്മളൊരു മിനിറ്റ്സ് തയ്യാറാക്കുമ്പോൾ ഈ പറയുന്ന പോയിന്റുകൾ നമ്മൾ നമ്മുടെ മനസ്സിൽ വയ്ക്കണം എന്നാണ് പറയുന്നത്. It should begin with an organization name. ഒരു ഓർഗനൈസേഷൻ്റെ നെയിം ഉണ്ടായിരിക്കണം, പ്ലേസ് ഉണ്ടായിരിക്കണം, ഡേറ്റ് ഉണ്ടായിരിക്കണം, ആൻഡ് ലിസ്റ്റ് ഓഫ് പീപ്പിൾ പ്രസന്റ്. ആ ഒരു മീറ്റിങ്ങിന് പ്രസന്റ് ആയിട്ടുള്ള ആളുകളുടെ പേരും അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദ ടൈം വെൻ ദ മീറ്റിംഗ് വാസ് ഹെൽഡ്. ഏത് സമയത്താണ് മീറ്റിംഗ് തുടങ്ങുന്നത് എന്നുള്ളതും ആ മിനിറ്റ്സ് ബുക്കിനകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ് ഷുഡ് മെൻഷൻ ഹൂ പ്രിസൈഡ്സ് ഓവർ ദ മീറ്റിംഗ്. ആരാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്, ആരാണ് പ്രിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ പേര് നമ്മൾ അവിടെ എഴുതി വെക്കണം. ഇറ്റ് ഷുഡ് മെൻഷൻ ദ നെയിം അലോങ് വിത്ത് designation of department, all the pupils present at the meeting. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ അവിടെ പ്രസന്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ എഴുതി വെക്കണം. ഇറ്റ് ഷുഡ് ആൾസോ മെൻഷൻ ദ നെയിം, നമ്മൾ പറഞ്ഞു ഹു ആർ നോട്ട് പ്രസന്റ്, ആര് പ്രസന്റ് ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങളും നമ്മൾ അതിനകത്ത് എഴുതി വെക്കേണ്ടതാണ്. സിൻസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മിനിറ്റ്സ് ഈസ് ടു റെക്കോർഡ് ഡിസിഷൻ മെയ്ഡ്, all official decision taken or resolved to be taken must be included. അപ്പോൾ എന്താണ് നമ്മൾ എഴുതേണ്ടത്, എന്തൊക്കെ ഡിസിഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ അതിൽ എഴുതി വെക്കണം. അതാണ് ഒരു മിനിറ്റ്സ് ബുക്കിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് എഴുതി വെക്കേണ്ട കാര്യങ്ങൾ. It should record what actually happened at a meeting, usually in the chronological order, regardless of whether the meeting follows any written agenda. എന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മൾ മീറ്റിങ്ങിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം. ഇപ്പോൾ മീറ്റിങ്ങിൽ ഫസ്റ്റ് ഇവർ വന്നു, ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, സെക്കൻഡ് ഇയാൾ വന്നു, ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മളൊരു അജണ്ട പോലെ എഴുതി വെക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, it may be detailed and comprehensive as a transcription, as a short and concise as a bare list of the resolution adopted or decision made. It is written in simple past tense such as the chairperson informed that members. ഏത് ടെൻസിലാണ് എഴുതേണ്ടത്, സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് മിനിറ്റ്സ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ദ ചെയർപേഴ്സൺ ഇൻഫോംഡ് the chairperson informed the members or the meeting ended with a vote of thanks. എന്താ പറയുക, നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് മിനിറ്റ്സ് എപ്പോഴും എഴുതേണ്ടത്. ഓക്കെ, ഇറ്റ് മേ ബി യൂസ് ഓഫ് പാസീവ് വോയിസ് സച്ച് ആസ് ദ മെമ്പേഴ്സ് were asked to share their experience or the presentation was given by Mr. Asit Barua, the assistant manager marketing. അപ്പോൾ എന്താ പറയുന്നത്, സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് മിനിറ്റ്സ് എഴുതേണ്ടത്. എന്തൊക്കെ ഡിസിഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ എന്താ പറയുക നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ചിട്ടൊക്കെ
അതേപോലെ തന്നെ എത്ര ആളുകൾ പ്രസന്റ് ആയി, എത്ര ആളുകൾ ആബ്സെന്റ് ആണ്, ആദ്യം ആര് വന്ന് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ ആരൊക്കെയാണ് പറഞ്ഞത്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മിനിറ്റ്സ് ബുക്കിൽ എഴുതി വെക്കണം. അതുകൊണ്ടാണ് മിനിറ്റ്സ് ബുക്കിനെ ഇറ്റ്സ് എ റിട്ടൺ ഫോം ഓഫ് എ മീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു മിനിറ്റ്സ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ മിനിറ്റ്സ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മീറ്റിങ്ങിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ ദിവസം ആരൊക്കെ പ്രസന്റ് ആയിട്ടുണ്ട്, ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നോട്ട് മേക്കിങ്ങും മിനിറ്റ്സുമാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് നോക്കണം. ടെക്സ്റ്റിൽ ഒന്നും കൂടെ നിങ്ങൾ വായിച്ച് നോക്കി നിങ്ങളുടേതായ രീതിയിൽ വായിച്ച് നോക്കി പഠിക്കുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യൂണിറ്റിൽ ഈ നോട്ട് മേക്കിങ്ങും മിനിറ്റ്സുമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.